ഖത്തറിൽ ഇപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. ഈവനിങ്ങൊക്കെ ഒട്ടും ചൂടില്ല, ഒരു നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ പിന്നെ നമുക്കങ്ങ് ബാർബിക്യൂ ഉണ്ടാക്കാൻ പോയാലോ. അപ്പോൾ ബാർബിക്യൂവിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാണ്. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, നമ്മുടെ നല്ല ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, പിന്നെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് മറക്കരുത് ചാറ്റ് മസാല, പിന്നെ യോഗട്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒലീവ് ഓയിൽ ചേർക്കും, കുറച്ച് നാരങ്ങാനീര്, ഒട്ടും മറക്കാതെ ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തോന്ന് എനിക്ക് സംശയമായിരുന്നു. ലാസ്റ്റ് വീഡിയോ നോക്കിയാണ് ആ ഉപ്പ് ചേർത്തു എന്ന് മനസ്സിലാക്കിയത്. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ അകത്തേക്ക് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് 6 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മിനിമം 6 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോഴത്തേക്ക് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വക്ര ബീച്ചിലാണ് ഞങ്ങൾ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചാർക്കോളൊക്കെ നന്നായിട്ട് കത്തി എല്ലാം സെറ്റായിട്ടുണ്ട്. ബാർബിക്യൂവിന് വേണ്ടിയിട്ട് എല്ലാം നിരത്തി അങ്ങോട്ട് വെച്ചു. അപ്പോൾ പുഷ്പയും ഫാമിലിയും ഉണ്ട്, പിന്നെ ഞങ്ങൾ. അപ്പോൾ പിള്ളേരെല്ലാവരും നല്ല അടിപൊളി മൂഡിലാണ്. അവരുടെ കളിക്കോപ്പുകളൊക്കെ ആയിട്ട് അവർ മണ്ണിലോട്ടങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാർബിക്യൂ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ മതി. നമ്മളിത് ഒരുമിച്ച് തന്നെ വെക്കുന്നത് കൊണ്ട് 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടി തിരിച്ച് വെച്ചൊക്കെ കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള റൈസ് ചേട്ടനും ശിവയും കൂടെ പോയി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോയി. പ്ലേറ്റും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് വീക്കെൻഡുകളിലൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ആഹാരം കഴിക്കുമ്പോൾ എന്ത് രസമല്ലേ. ഭയങ്കര സന്തോഷമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് പ്രത്യേകിച്ച് കൂടുതൽ സന്തോഷം വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്.